പ്രാപ്പൂരിൽ മുളപ്ര പാലം നിർമ്മാണ പ്രവൃത്തിയും കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച മുളപ്ര ക്ലബ്ബ് അമ്പലം റോഡും ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പ്രാപ്പൂരിൽ മുളപ്ര പാലം നിർമ്മാണ പ്രവൃത്തിയും കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച മുളപ്ര ക്ലബ്ബ് അമ്പലം റോഡും ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 5 വർഷം തന്നെയായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുളപ്രയിലെ ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ പല തരത്തിലും പല രൂപത്തിലും സംസാരിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് മുളപ്രപ്പാലം എന്നത്. മുളപ്രപ്പാലത്തിന് കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോഴും പിന്നെയും അതിന് നേരിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഈ സംഖ്യ കൊണ്ട് ഇത് പൂർത്തിയാവില്ല എന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടെത്തൽ. പിന്നീട് ബഹുമാനപ്പെട്ട എം.എൽ.എ. നിർദ്ദേശിച്ചതനുസരിച്ച് ആവശ്യം വരികയാണെങ്കിൽ ബാക്കി അപ്രോച്ച് റോഡിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഏറ്റെടുത്തു കൊള്ളാമെന്ന് വാക്ക് പറഞ്ഞതിന് ശേഷമാണ് അവർ എസ്റ്റിമേറ്റ് എടുക്കാൻ പോലും തയ്യാറായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.പി. നസീറ, പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയെടുത്ത്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ആർ.കെ. പത്മനാഭൻ, ആലയിൽ ബാലകൃഷ്ണൻ, കെ.എസ്. അനിൽകുമാർ, ബിജു തോമസ്, എം.വി. ഭാസ്കരൻ എന്നിവരും റവറന്റ് ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ, നൂറൽ മുഹമ്മദ് മിസ്ബാഹി, മുളപ്പറ അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് സി.കെ. സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയത്. 2023-2024 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചാണ് മുളപ്രയിൽ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മഴക്കാലത്തുണ്ടാകുന്ന യാത്രാ ക്ലേശത്തിനാകും പരിഹാരമാവുക. പാലം പൂർത്തിയായാൽ അപ്രോച്ച് റോഡ് എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് നിർമ്മിക്കുമെന്നും എം.എൽ.എ. ടി.ഐ. മധുസൂദനൻ പറഞ്ഞു. അമ്പലം റോഡിന്റെ ഉദ്ഘാടനം, അതിന്റെ പണി പൂർത്തിയായി. ഭംഗിയായി തന്നെ ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ ഡയാലിസിസ് ഈ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ കൂടി അതിൻ്റെ സൗകര്യം നമുക്ക് ലഭ്യമാകും. തീർച്ചയായിട്ടും പെരിയാറിലേക്കോ പയ്യന്നൂരിലേക്കോ ഒക്കെ യാത്ര ചെയ്ത് കുറച്ച് 2 മണിക്കും 3 മണിക്കും ഒക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗികൾക്ക്, കുടുംബങ്ങൾക്ക്, കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് ഡയാലിസിസ് രോഗികളുടെ വീടുകളിലുള്ളവർക്കറിയാം. അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം നമ്മുടെ അരികത്ത് തന്നെ ഈ നിലയിൽ ഡയാലിസിസ് സംവിധാനം ഉണ്ടാക്കുന്നതിന് അധികം മാസമൊന്നും ഇല്ലാത്ത നിലയിൽ തന്നെ പ്രവർത്തിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ കടക്കുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.